ചട്ടമ്പി സ്വാമികളുടെ ആ ദിവ്യ പാദസ്പർശമേറ്റ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ അനുയായികൾ സ്ഥാപിച്ച രണ്ട് പ്രധാനപ്പെട്ട ആശ്രമങ്ങളിൽ ഒന്നാണ് ഈ എഴുമറ്റൂരുള്ള പരമപട്ടാരക ആശ്രമം. ആ ആശ്രമത്തിൽ നിന്നുമാണ് ഈ ഘോഷയാത്ര പുറപ്പെടുന്നത്. ഇപ്പോൾ ഹിന്ദു മതമണ്ഡലം അധ്യക്ഷൻ PS നായർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘോഷയാത്ര ഇന്ന് പുറപ്പെടുകയാണ്. 300-ലധികം സ്വീകരണ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഘോഷയാത്ര മുന്നോട്ട് പോകുന്നു. 3 ദിവസത്തെ പ്രയാണമുണ്ട്. വിവിധ ഭാഗങ്ങളിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ്, ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? സ്വീകരണങ്ങൾ ഭംഗിയായ രീതിയിൽ കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടന്നു കഴിഞ്ഞു. നമ്മുടെ വർമാജിയുടെയും അതുപോലെ തന്നെ പ്രകാശ് ചർലയുടെയും നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഇവിടെ നിൽക്കുന്നതിൽ ഭൂരിഭാഗമായവരും ഇതിനെ അനുഗമിക്കുന്നുണ്ട്. നാളെ പതാക ഘോഷയാത്ര, മറ്റന്നാൾ പതാക ഘോഷയാത്ര കുതികാവിൽ തിരിക്കുന്നതോടെ 3 ജാഥകളിലും നമ്മുടെ തിരുവനന്തപുരയിൽ 2-ാം തീയതി രാവിലെ 10:30 മണിക്ക് എത്തിച്ചേരും. അവിടെ നിന്ന് പതാക ഉയർത്തോടുകൂടി പ്രാർത്ഥനത്തെ പരിസരത്തിലുണ്ട്. എത്ര ഭാഗങ്ങളിലാണ് ഔദ്യോഗികമായിട്ടുള്ള ഈ സ്വീകരണവും മറ്റു പരിപാടികളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? യാത്ര താങ്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ കൺവീനർ എഴുമറ്റൂർ പരമപട്ടാരാശ്രമത്തിൽ നിന്ന് ഇപ്പോൾ ആരംഭിക്കുന്ന നമ്മുടെ ഛായാചിത്ര ഘോഷയാത്ര 3 ദിവസമായിട്ടാണ്. ഇന്ന് ഇത് സമാപിക്കുന്നത് തോട്ടമൺകാവ് ദേവീക്ഷേത്രത്തിലാണ്. അവിടെ നിന്ന് നാളെ രാവിലെ 8 മണിക്ക് ആരംഭിച്ച് വീണ്ടും റാന്നിയുടെയും അതോടൊപ്പം തന്നെ ശാസ്താക്ഷേത്രം, പെരുന്നാട് ശാസ്താക്ഷേത്രം, മാളികപ്പുറം ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളെല്ലാം ദർശനം നടത്തി സ്വാമിജിയുടെ തിരുവടികളുടെ അനാച്ഛാദനം ചെയ്ത് നമ്മുടെ ഇവിടെ ആരംഭിച്ച യാത്ര വീണ്ടും തോട്ടമൺകാവ് ദേവീക്ഷേത്രത്തിലെത്തുകയും അവിടെയുള്ള ഈ പ്രദേശങ്ങളിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെ സമുച്ചയങ്ങളിൽ നിന്നും സമുചിതമായ സ്വീകരണത്തിലുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. 3-ാം ദിവസം അവിടെ നിന്ന് വീണ്ടും ആരംഭിച്ച് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പരിഷത്ത് നഗറിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. അതായത് തോട്ടമൺകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും പിറ്റേ ദിവസം 2-ാം തീയതി രാവിലെ ആരംഭിക്കുന്ന ഈ ഛായാചിത്ര ഘോഷയാത്ര വിവിധ സ്ഥലങ്ങളിൽ യാത്ര നടത്തി ചെറുപ്പുഴ പരിഷത്ത് നഗറിൽ സ്ഥാപിക്കുന്നതായിരിക്കും. അപൂർവമായി പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറിയാണ് മന്ത്രിമാർ. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യങ്ങൾ ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും പ്രാവശ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഹിന്ദുക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മതപരിസ്ഥിതി മുന്നോട്ട് പോകാൻ പോകുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്രാവശ്യം നോക്കാൻ മനസ്സിലാവും. വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരൊക്കെ വരാതിരുന്നവരൊക്കെ വന്ന് സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. ആ രീതിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി. സത്സംഗാലക വരുന്ന ദിവസം ഏതാണ്ട് 1,00,000-ൽ പരം പേരാണ് നമ്മുടെ അവിടെ പങ്കെടുക്കുന്നത്. അതിന് അനുയോജ്യമായ പന്തൽ സജ്ജീകരിച്ചു കഴിഞ്ഞു. അവർക്ക് വരുന്നവർക്കെല്ലാം എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആഹാരം കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാ ഏകോപനം നടക്കുന്നു. ഇന്ന് ഏതാണ്ട് 10 മണിക്ക് വീണ്ടും കളക്ടർ അടക്കം SP അടക്കമുള്ളവരുടെ ഏകോപനത്തിനുള്ള മീറ്റിംഗ് 10 മണിക്ക് ചെറുപ്പുഴ നമ്മുടെ ഓഫീസിൽ നടത്തപ്പെടുകയാണ്. എല്ലാം കൊണ്ടും ഭംഗിയായ രീതിയിൽ അതെ, ഈ വർഷം നോക്കൂ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു എന്നതിന്റെ പറഞ്ഞ ഉദാഹരണമാണ്. കൊട്ടാരക്കര അവധൂതാശ്രമത്തിൽ നിന്ന് ഇപ്രാവശ്യം ഏതാണ്ട് 150-ൽ പരം ആൾക്കാർ 3-4 ദിവസം പദയാത്രയായി വന്ന് ഈ സംഗമത്തിൽ ചേരുകയാണ്. ഞങ്ങളുടെ ആഗ്രഹം ഇത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഇതുപോലുള്ള ആശ്രമങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും ഈ രീതിയിലുള്ള പദയാത്രകൾ വരും നാളുകളിൽ ചെറുവൽപ്പുഴയിൽ എത്തിച്ചേരണം. അപ്പോൾ ഇത് നാട്ടുകാരറിയും. ഇതിനെ നമുക്ക് അങ്ങനെ പരിപോഷിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ കേരളത്തിലാകമാനം ഇതിൻ്റെ പ്രാദേശിക സമിതികൾ രൂപീകരിച്ചു കഴിഞ്ഞു. ഇനി 28 സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ പ്രാദേശിക സമിതികൾ രൂപീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു. മദ്രാസിൽ അത് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇത് ലോകമറിയപ്പെടുന്ന ഒരു മഹാപ്രസ്ഥാനമായി വളരുകയാണ്. യോഗീശ്വര സർവജ്ഞാനേശ്വര വിശ്വപ്രാണേശ്വര ജ്ഞാനഹൃദയേശ്വര യോഗീശ്വര സർവജ്ഞാനേശ്വര വിശ്വപ്രാണേശ്വര ധ്യാനഹൃദയേശ്വര വിദ്യാധിരാജ പരമഭട്ടാര സ്വാമിതൻ തൃപ്പാദയുഗളം നമിച്ചിടുന്നു. വിദ്യാധിരാജ പരമഭട്ടാര സ്വാമിതൻ
തൃപ്പാദയുഗളം നമിച്ചിടുന്നു. യോഗീശ്വര സർവജ്ഞാനേശ്വര വിശ്വപ്രാണേശ്വര ധ്യാനഹൃദയേശ്വര. പ്രഥമ ശിഷ്യോത്തമ ചട്ടമ്പിയായി ഗുരു കളരിയിൽ നിയമിച്ച ഗുണശീല ബാലക. പ്രഥമ ശിഷ്യോത്തമ ചട്ടമ്പിയായി ഗുരു കളരിയിൽ നിയമിച്ച ഗുണശീല ബാലക. ക്ഷേത്രമതിലകം തന്നിൽ ധ്യാനാർത്ഥിയായി പൂമാല കൊരുത്തൊരു ദേവാർച്ചന പ്രിയ. യോഗീശ്വര സർവജ്ഞാനേശ്വര വിശ്വപ്രാണേശ്വര ധ്യാനഹൃദയേശ്വര. അന്നത്തെ ബ്രഹ്മമായി കണ്ടതോ ജാതിതൻ അന്നം ഭുജിച്ച നാചാര വിധ്വംസക. അന്നത്തെ ബ്രഹ്മമായി കണ്ടതോ ജാതിതൻ അന്നം ഭുജിച്ച നാചാര വിധ്വംസക. അവധൂതനായി അഖണ്ഡോദ സ്വരൂപനായി ആവനീയ ഘടയോഗ സാധക ഗായക. യോഗീശ്വര സർവജ്ഞാനേശ്വര വിശ്വപ്രാണേശ്വര ധ്യാനഹൃദയേശ്വര. വിദ്യാധിരാജ പരമഭട്ടാര സ്വാമിതൻ തൃപ്പാദയുഗളം നമിച്ചിടുന്നു. യോഗീശ്വര സർവജ്ഞാനേശ്വര വിശ്വപ്രാണേശ്വര ധ്യാനഹൃദയേശ്വര.